ശ്രദ്ധിക്കാതെ വളർന്നു വന്ന ഒരു സമൂഹമല്ല എന്റെ മുന്നിലിരിക്കുന്നത്. ഒരുപാട് മഹാത്മാരായ നേതാക്കന്മാർ അവരുടെ ജീവിതത്തിന്റെ ത്യാഗം കൊണ്ട് വളർത്തിയെടുത്ത ഒരു സമൂഹമാണ്. ഒരുപാട് നഷ്ടപ്പെടലുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആ നഷ്ടപ്പെടലുകളിൽ സങ്കടപ്പെട്ട് നിൽക്കാതെ അടുത്ത കരയേതാണെന്ന് കാണിക്കുന്ന മഹാന്മാരായ നേതാക്കന്മാർ, അവരുടെ പാതയാണ് നാം പിൻപറ്റിയത്. വിദ്യാഭ്യാസത്തിലൂടെ അതിന്റെ ഒന്നാം ഘട്ടം അവർ കഴിഞ്ഞു. ഈ ഒരു സ്റ്റാറ്റസിൽ നമ്മൾ നിൽക്കുന്നു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതും നമ്മുടെ ട്രാജക്ടറിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്ത് എല്ലാ സമൂഹങ്ങളും സമയാസമയങ്ങളിൽ അവരുടേതായിട്ടുള്ള കാൽവെപ്പുകൾ, ഫ്ലാഗ്ഷിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊടിയടയാളങ്ങൾ അവർ പാറിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഇൻഫർമേഷൻ ടെക്നോളജി, ഇബ്നു ഖാസ്മിയുടെ അൽഗോരിതം ചിന്തകളിൽ നിന്നാണ് ഇന്നത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി കടന്നു വരുന്നത്. ഇന്ന് അൽഗോരിതം എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അൽഗോരിതങ്ങളായിട്ട് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. ഇബ്നു സീനയെ കുറിച്ച് നമുക്ക് അറിയാം. ഇബ്നു ഹയ്യാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് ഒരുപാട് തലമുറകൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനും എന്റെ ഗ്രാൻഡ് ഫാദറും ഫാദറും ഇനിയുള്ള എന്റെ ഗ്രാൻഡ് ചിൽഡ്രൻസും ഒക്കെ നമ്മൾ ഓരോരുത്തരുടെയും ഇത്തരം ശാസ്ത്രബോധമുള്ള ആളുകളെക്കുറിച്ച് തലമുറകളോളം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രേണിയിലേക്ക് ഇനി നമ്മുടെ സംഭാവനകൾ കടന്നു വരേണ്ടതുണ്ട്. നമ്മൾ ഒരു SIRൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സൊസൈറ്റി അല്ല. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു സിറ്റിസൺഷിപ്പുമായിട്ട് നിൽക്കുക എന്നുള്ളതല്ല നമ്മുടെ മിനിമം അജണ്ട. അത് ജീവിതത്തിന്റെ സാധാരണകാരമായ ഒരു ഭാഗമാണ്. വോട്ട് ചെയ്യുക, പാർലമെന്ററി ജനാധിപത്യത്തിൽ പങ്കെടുക്കുക, അതിനപ്പുറത്തേക്ക് ഗ്ലോബലായിട്ട് ഒരു സമൂഹത്തെ അഭിമാനത്തോടുകൂടി ആവിഷ്കരിക്കുന്ന ഒരു കൂട്ടമായി നമ്മുടെ കമ്മ്യൂണിറ്റി മാറേണ്ടതുണ്ട്. ലോകത്ത് ഒരുപാട് മുസ്ലിം സമൂഹങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ കമ്മ്യൂണിറ്റികൾക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വലുപ്പത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ചരിത്രം വായിച്ചവരും പഠിച്ചവരുമാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ലോകത്ത് ഇത്രമേൽ തകർന്നുപോയ ഒരു സമൂഹം 400 വർഷക്കാലം ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും സമ്പന്നരായ രാജ്യങ്ങൾ, പോർച്ചുഗലാവട്ടെ, ഡച്ചാവട്ടെ, ബ്രിട്ടീഷുകാരാവട്ടെ, നിരന്തരമായി യുദ്ധം ചെയ്തൊരൊറ്റ കമ്മ്യൂണിറ്റിയോടാണ്. അങ്ങനെ 400 വർഷത്തെ നിരന്തരമായ വേട്ടയാടകൾക്കൊടുവിലും തകർന്ന് തരിപ്പിണമായിട്ടും എല്ലാ ചമൽക്കാരങ്ങളും ഒഴിവാക്കേണ്ടി വന്നിട്ടും ഇന്ന് നെഞ്ചൂക്കോടുകൂടി അഭിമാനത്തോടുകൂടി ലോകത്തിന്റെ നെറുകയിൽ ഇങ്ങനെയൊരു മുസ്ലിം സമൂഹമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെയുടെ പ്രഭാതങ്ങളും നമ്മുടേതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാവണം. ഇത്തരം സംഘബോധങ്ങളാണ് അതിന് താല്പര്യപ്പെടേണ്ടത്. ഒരു സമൂഹം നമുക്ക് മുമ്പ് കടന്നുപോയിരുന്നു. ഒരുപാട് സംവാദങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു.
ഒരുപാട് സംവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ സംവാദങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അന്ന് ജീവിച്ചിരുന്നു. ഇന്നെന്തുകൊണ്ടാണ് സംവാദങ്ങളില്ലാത്തത്? ആ സംവാദങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ഒരു സമൂഹം മുന്നിലില്ലാത്തത് കൊണ്ടാണ്. സംവാദങ്ങളിലൂടെയാണ്, ഡെലിബറേഷൻസിലൂടെയാണ്, ഡിസ്കഷനിലൂടെയാണ് നമ്മളൊക്കെ വളർന്നു വരുന്നത്. അതിനുള്ള വലിയ പ്ലാറ്റ്ഫോമുകളാണ് ഇത്തരം വേദികൾ എന്ന് പറയുന്നത്. ഇവിടെ അഹ്ലൻ റമദാൻ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ സംശയങ്ങൾക്കും ജീവിതത്തിൽ ഇനി ചിട്ടപ്പെടുത്തേണ്ട രൂപങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലുകളൊക്കെയായി ബഹുമാനായ പണ്ഡിതൻ ഉനൈസ് നമ്മളോട് സംസാരിക്കും. ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരു സമൂഹത്തെ എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ദൗത്യമാണ്. ഇത് ഏറ്റെടുക്കാൻ മറ്റാരെങ്കിലും വന്നുകൊണ്ട് നമ്മളെ മുന്നിൽ നിർത്തുമെന്ന് കരുതരുത്. വിദ്യാഭ്യാസ വിപ്ലവം മലബാറിൽ നടന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ സദസ്സിൽ പറയേണ്ട കാര്യമില്ല. ലോകത്തെവിടെയും അത്രമേൽ പെട്ടെന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടായിട്ടില്ല. ചരിത്രം വായിച്ചു നോക്കൂ. തകർന്നു പോയ ഒരു മുസ്ലിം സമൂഹം ലോകത്ത് ഉയർത്തെണീറ്റ് വന്നിട്ടില്ല. നമ്മളോട് അല്പമെങ്കിലും ഒന്ന് സാമ്യപ്പെടുന്നത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമുള്ള ഒരു സമൂഹമാണ്. അത് ലോകത്തുള്ള സകല ഗവൺമെന്റുകളുടെയും സപ്പോർട്ടോടു കൂടിയാണ്. നമ്മളെ ആരാണ് സപ്പോർട്ട് ചെയ്തത്? നാം തന്നെയാണ് സംസ്കരിച്ചെടുത്തത്. നമ്മുടെ മുൻകാല നേതാക്കന്മാരാണ് ആ വഴി കാണിച്ചു തന്നത്. അതിനുള്ള പശ്ചാത്തലം ഒരുക്കാൻ കേരളത്തിൽ നമുക്ക് ഭരണപരമായ സാന്നിധ്യമുണ്ടായിരുന്നു. ഗൾഫ് അതിന് വേഗത കൂട്ടിയ ഒന്നാണ്. ഇത്രയും നല്ല സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക്, എക്സലൻസിലേക്ക് കൊണ്ടുപോകണം. നമ്മളെ കുട്ടികൾ എക്സലന്റ് ആയിട്ട് സകല മേഖലകളിലും വരട്ടെ. അതിനുള്ള ആസൂത്രിതമായ നീക്കങ്ങളും നമ്മുടെ ഈ സംഘടിത രൂപങ്ങളിൽ നിന്ന് ഉണ്ടായി വരണമെന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തു.